നമസ്കാരം. നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ദോശയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഇത് രാവിലെ കഴിക്കാനും 4 മണിക്ക് കഴിക്കാനും രാത്രി കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു ദോശയാണ്. 2 കഴിച്ചാൽ മതി. അതിന് തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 3 കയ്യിൽ അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളു സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന അപ്പക്കാരം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല അരിഞ്ഞത്, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി അച്ചിങ്ങ പയർ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാബേജ് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 2 നുള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 2 നുള്ളു, മുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ വെള്ളം കൂടി പോകണ്ട, തീരെ കുറവും ആവാൻ പാടില്ല. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണ അത്രയും ലൂസ് വേണ്ടി വരും. പിന്നെ ഈ ദോശ അത്ര ക്രിസ്പി ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇതിൻ്റെ കൂടെ ചേർത്താൽ മതിയാവും. അപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടാവുമല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതേപോലെ ലൂസായി കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും മതി. റവയും ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാവ് വെച്ചിട്ട് ഇപ്പോൾ ഇത് തവ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഈ തവയിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് തടവിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം വട്ടത്തിലൊന്നും പരത്തണ്ട കേട്ടോ, ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും, മോൾ വശം ഒന്നും വെന്ത് കിട്ടില്ല. ഇനി മോൾ ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ 2ാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ദോശ രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പച്ചമുളക് അരിഞ്ഞിടണ്ട, അത് കടിക്കുമ്പോൾ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഇന്നത്തെ ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തോളൂ, ഷെയറും ഒന്ന് ചെയ്തോളൂ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.